എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഭാര്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വലിയൊരു സ്വാഗതം. So today's episode is something very special and unique and quite exquisite. Let's go to a cooking video today. So quite an interesting video. I'm going to cook sardine curry. നമ്മുടെ നാട്ടിലെ ചാളക്കറിയും അതുപോലെ ചക്കപ്പുഴുക്കും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ ബല്ലു വേൾഡ് വാസിയാണെന്നുണ്ടെങ്കിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് ജസ്റ്റ് ലോയ്സ് ഫ്രം ഡബ്ലിൻ ബല്ലു വേൾഡ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ആക്ച്വലി നല്ലൊരു ഫിഷ് കറി വെക്കണമെന്ന്. സോ നമ്മുടെ ഐറിഷ് ആളുകൂടെ താമസിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമാവുന്നതുകൊണ്ട് അതൊക്കെ ഒരു പ്രാവശ്യം മാറ്റി നമ്മൾ വെക്കുന്ന ടൈമുണ്ട്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, ബട്ട് എങ്കിൽ കൂടിയും ചില സമയങ്ങളിൽ നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അപ്പം ഇന്ന് നമുക്ക് വീട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ ദേ വെന്റ് ഫോർ ആക്ച്വലി a long holiday to Spain. So the video is completely for us. So today I'm going to celebrate. Start with different interesting cooking, plus there are a lot more coming on the way, and don't forget to subscribe and like and share. This is Justin Lewis. Welcome to today's episode of Dublin Mallu. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് ചെയ്യാൻ വേണ്ടി പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ അത്യാവശ്യം വീട് മാറുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കൊണ്ട് നമ്മുടെ അടുക്കളയിൽ സാധനങ്ങളൊക്കെ ഓൾറെഡി പാക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കൂടുതലാക്കി വെച്ചേക്കാണ്. അപ്പം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുത്തു വന്നാൽ മതി. അടുത്ത ആഴ്ച നമ്മുടെ വീട് മാറും. അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു കുഞ്ഞൻ മത്തി, ചെറിയ മത്തിയാണ് മേടിച്ചേക്കുന്നത്. മത്തി വെച്ചാൽ മത്തി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിരിക്കുന്നത്. മത്തി ഞാൻ മുളകിട്ട് നല്ല അടിപൊളിയായിട്ട് തക്കാളി ഇട്ട് കറി വയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് ചക്കയൊക്കെ കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടപ്പോൾ നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് അത്യാവശ്യം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കുഞ്ഞ് സവോള ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 2-3 തക്കാളിക്കയും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തക്കാളി ഇട്ടാണ് ഞാൻ കറി വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കുഞ്ഞായിട്ട് നമുക്ക് നരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. കുറച്ച് നേരം മതി, ഒത്തിരി നേരം വേണ്ടാവുന്നതാണ്. നമുക്ക് ചെറുതാക്കി എടുത്ത് വെച്ചിട്ട് ബാലൻസ് ചെയ്യാം. ഇത്രയും നേരം മഴയാണ്. ആക്ച്വലി ഞാൻ കടയിൽ പോയ സമയത്തൊക്കെ മഴയായിരുന്നു. ഇപ്പം അത് പെയ്ത് തെളിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും കാര്യങ്ങൾ ചെയ്യും. അപ്പം ഒരു 2 തക്കാളിക്ക മതി. 2 തക്കാളിയും കൂടെ നമുക്കൊന്ന് അരിഞ്ഞ് ഇതൊന്ന് അരിഞ്ഞ് സെറ്റപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊളിയല്ലോ. മത്തിയൊക്കെ ഞാൻ ഇടയ്ക്ക് മാത്രം ഉണ്ടാകത്തുള്ളൂ. കാരണം നമുക്കിവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഐറിഷിന്റെ കൂടെ താമസിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ കവിഞ്ഞ് നമുക്ക് ശല്യപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മത്തി ഉണ്ടാകുമ്പോൾ ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ശല്യപ്പെടുത്താറില്ല. പിന്നെ അവർ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനായിട്ട് അവരെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അപ്പൊ ഇന്നിപ്പം ഈ സമയത്ത് അവരില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് 2 സവോള അരിഞ്ഞെടുത്ത് അതോടൊപ്പം തന്നെ നമുക്ക് തക്കാളിക്കും കൂടെ അരിഞ്ഞെടുക്കാം. സവോള സത്യം പറഞ്ഞ് ഇടാറില്ല, കുഞ്ഞുള്ളിയൊക്കെയാണ് ഇടാറ്. പക്ഷേ ഇവിടെ കുഞ്ഞുള്ളി നമുക്ക് അത്ര അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ഒരു സവോള കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് 2 തക്കാളിക്ക് ഒരു മീഡിയം സൈസിൽ നമുക്ക് ഒന്ന് ഡൈസ് ചെയ്തെടുക്കാം. നീളത്തിലാണ് ഒത്തിരി വെക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഗ്രേവിയിൽ കിടന്നുണ്ടായിട്ട് വേവിച്ച് എടുക്കും. അപ്പം അതായിരുന്നു പോയിക്കോളും. നമുക്ക് അങ്ങനെ തന്നെ മത്തി കൊണ്ട് കുറേ നാളായി. മത്തി മേടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല അയലയും മേടിച്ചിട്ടുണ്ട്. എല്ലാം നന്നാക്കി വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് ജസ്റ്റ് വേണമെങ്കിൽ കഴുകാം. എല്ലാം എല്ലാം കഴുകി സെറ്റപ്പാക്കി വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് റോസൺ ആണെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പം ഞാനെല്ലാം സെറ്റപ്പാക്കി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രേവിയിൽ ആക്കാൻ വേണ്ടി നോക്കാം. കറിവേപ്പിലേക്ക് ഇട്ട് നല്ല മസാലകളെല്ലാം ചേർത്ത് അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഇടുമ്പോൾ നമുക്ക് കടുക്
കടുകിട്ട് കൊടുത്തു. അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി സവോള കൊടുക്കാം. ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സവോള മൂടിയൊക്കെ തുറന്ന് ഈ എണ്ണയെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിക്കുക എല്ലാവർക്കും. അപ്പം കഴിക്കും പറക്കാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. മൂടി പതുക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തുറന്ന് കാട്ടി കൊടുക്കാം. അപ്പം നമ്മുടെ കടുകിട്ട് കൊടുത്തു, സവാള ഇട്ട് കൊടുത്തു, നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് വെന്തോന്ന് പിന്നെ പച്ചമുളകൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ട് ഇതിനകത്ത്. കറിവേപ്പില നമുക്ക് തന്നെ ഇത് പൊടിച്ചിട്ട് മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടാൻ അതിനോട് ഇട്ട് കൊടുക്കണം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലിട്ട് സവാള നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ തക്കാളിക്ക് അതിനകത്ത് ഈ തക്കാളി കൂടെ നന്നായിട്ടൊന്ന് ഉച്ചപ്പായി വരണം. ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. കാരണം തക്കാളിക്ക് വേണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് അലന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഞാൻ തേങ്ങാക്കൊട്ട് ഇടുന്നുണ്ട് കേട്ടോ. സാധാരണ ചാണകം ഉണ്ടാക്കുന്ന തേങ്ങാക്കൊട്ട് ഇടാറുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഇടുന്നുണ്ട്. ആയി വരട്ടെ. അതോടൊപ്പം തന്നെ തേങ്ങാക്കൊട്ടിൻ്റെ ഒപ്പം തന്നെ ഇടുന്ന സാധനമാണ് ഇച്ചിരി കാന്താരി മുളക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസിൻ്റെ കാന്താരി മുളക്. അപ്പം കാന്താരി മുളക് നമുക്ക് ഇച്ചിരി കൊടുക്കാം. നന്നായിട്ട് ഇത് ഒത്തിരി ഇല്ല, കുറച്ച്. കാരണം എനിക്ക് ഒരുപാട് ഒരു ഇഷ്ടമല്ല. ഒരു 10-15 കാണുമായിരിക്കും തോന്നുന്നു കേട്ടോ. എനിക്ക് കൊടുത്തിട്ടുണ്ട്. കാന്താരി മുളക് കൂടി മൂടി വയ്ക്കാം. തേങ്ങാക്കൊത്ത് ഫ്രോസൺ ആയിരുന്നു. അപ്പോൾ ശരിക്കും ഒന്ന് പിടിച്ച് വെന്ത് വരുമ്പോഴത്തേക്കും മൂടി വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനമാണ് കുടംപുളി.
ഇത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ കുടംപുളി കഴിഞ്ഞ വർഷം നമ്മൾ മേടിച്ചാണ്. നമുക്ക് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇപ്പം നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈ കുടംപുളിയൊക്കെ കുറച്ച് കൊണ്ടുവരണം. വീട്ടിൽ കുടംപുളി ഉണ്ടാക്കില്ല, കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫസ്റ്റ് വന്ന സമയത്ത് അതൊന്നും ഞാൻ ഓർത്തില്ല, അല്ലെങ്കിൽ കൊണ്ടുവന്നില്ല. പക്ഷേ ഇനി കൊണ്ടുവരണം. കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് ചേർക്കാനുള്ള ചൂടുവെള്ളം. ഇതാണ് കുഞ്ഞമത്തിയാണ്, കുഞ്ഞൻ സാഡിയാണ്. 600 ഗ്രാമാണ് കേട്ടോ. 600 ഗ്രാമിൻ്റെയാണ്. നന്നായിട്ട് എന്താ പറയുക, കുക്കിംഗ് ഇതും കൂടെ ക്ലീൻ ചെയ്ത് വച്ചേക്കാണ്. റെഡി ടു കുക്കാണ്. ആക്ച്വലി ക്ലീൻ ആണ്. ഇത് ടേസ്റ്റി നിബിൾസിൻ്റെ ആണ്. ആക്ച്വലി അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രോസനാണ്, തണുപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു. അത് വേണ്ടതേ നമുക്ക് ചേർത്ത് കൊടുക്കാം. కొంచెం జాకెట్ തോന്നിയിട്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കറി വെക്കുമ്പോൾ നമ്മൾ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണം പറ്റില്ല. കാന്താരിയുടെ മണം നന്നായിട്ട് ഇളകി വരുന്നത് എന്താ സ്മെല്ലിൽ തന്നെ അറിയാൻ പറ്റുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അത്യാവശ്യം വേണ്ട, തീ കുറച്ച് വെച്ച് അത്യാവശ്യം വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചിടുന്നുള്ളൂ, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ആ മുളക് പൊടി കൂട്ടിയിട്ടിട്ട് എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒത്തിരിയല്ല, ഒരു കുറച്ച് കൂടി ചേർത്ത് കൊടുക്കും. 3 പൊടികൾ ചേർത്തിട്ടുണ്ട്. അത്രയും മതിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ പൊടികളൊന്നും വേണ്ട. ഇപ്പം നമുക്ക് അതൊന്ന് ഇളക്കി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത്ര വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് ഗ്രേവി ആക്കി എടുക്കാം. മൂത്ത് വരണം. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അത്യാവശ്യം മീന് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തേങ്ങക്കൊത്ത് ഒരുപാട് ഇട്ടിട്ടുണ്ട്, കാരണം ഞാനത് തീരാൻ വേണ്ടി കുറച്ച് അധികമായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇടുമ്പോൾ അതനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ രീതിയിലുള്ള കുടമ്പളി ഇട്ട് കൊടുക്കാം. കാരണം ഞാൻ തക്കാളി ഇട്ടായതുകൊണ്ട് ഒരുപാട് പൊരിയായിരിക്കും. ഒത്തിരി വേണ്ട, നമുക്ക് കുറച്ചിട്ടാൽ മതി, പേരിന് മാത്രം. അപ്പോൾ നമ്മുടെ ചാറൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഗ്രേവി നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോസനായിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ ചാള നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എത്ര ചാളയാണോ വേണ്ടതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കൂടുതലിടുന്നുണ്ട്. അപ്പം ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് കൂടുതലുണ്ടാക്കിയിട്ടാണ്, കാരണം ഇപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട ചാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-30 നമുക്ക് തോന്നുന്നു. എപ്പോഴും ഇല്ലായിരിക്കും കേട്ടോ, അത് ഇച്ചിരി കൂടിപ്പോയി. നമുക്ക് അത്യാവശ്യം വെള്ളം കുറവാണെങ്കിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഉപ്പും മുളകും ഒക്കെ നോക്കിയിട്ട് അത്യാവശ്യം എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് വെന്ത് വരാനൊക്കെ ആയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം ചാളക്കറി ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാളക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ വാങ്ങി വെച്ച് നമ്മുടെ പുളി കറികളെല്ലാം ഇട്ട് മൂടി വെച്ചേക്കുവാണ്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ചക്ക പുഴുകുന്നുണ്ടെന്ന് പറഞ്ഞില്ല, ചക്ക പുഴുകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി എന്താ പറയുക തേങ്ങ നമുക്കൊന്ന് സെറ്റപ്പാക്കി എടുക്കാം.
ഞാൻ ഫ്രോസൺ തേങ്ങയാണ് മേടിച്ചതെന്ന് പറഞ്ഞത്. തേങ്ങ നമുക്ക് ഫ്രോസണാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനായിട്ട് മുളകും കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്കൊന്ന് ഒരു അരപ്പുണ്ടാക്കിയെടുക്കാം. അരയ്ക്കുന്നില്ല ഞാൻ, ജസ്റ്റിലേക്ക് അത്യാവശ്യം വേണ്ട തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നരപ്പ് വെള്ളത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കാന്താരി മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കൊരു ആക്കി എടുക്കാം. നല്ല അടിപൊളി തേങ്ങ, നല്ല ഫ്രഷ് തേങ്ങയാണ് കേട്ടോ. ഫ്രോസണായിട്ട് എന്തെങ്കിലും അൺഫ്രോസണായി വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി തേങ്ങയാണ് എടുക്കുന്നത്. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുഴപ്പമുണ്ടാകുന്ന സമയത്തൊന്നും ഇച്ചിരി കറിവേപ്പിലയ്ക്ക് കൂടുതലുണ്ടെങ്കിലാണ് അതിന് ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ അല്ലേ. ചിക്കൻ ഒത്തിരി തിന്നുന്നതാണല്ല, പക്ഷെ എന്നാലും ഇഷ്ടമാണ്. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ മീൻകറി ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാറുണ്ട് കൂടുതലും നാട്ടിലുള്ള സമയത്ത്. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പൊന്ന് ആഡ് ചെയ്യുവാണ്. ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ചക്കയ്ക്ക് വേണം നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കാം. അത് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഞെരടി എടുക്കാം. പിന്നെ മുളക് ഞാൻ ഇച്ചിരി കാന്താരി മുളകും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള പോലെ നമ്മുടെ നാട്ടിൽ പച്ചമുളക് ഉള്ളിയല്ല അരയ്ക്കുന്നത്. പക്ഷെ അങ്ങനെ അരയ്ക്കാൻ നമുക്ക് കൂടെ ഇല്ല. പച്ചമുളക് ഞാൻ അല്ലാത്ത പച്ചമുളക് മേടിച്ചില്ല, ഉള്ളി ഇല്ല. ഇത് മതി. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു തട്ടിക്കൂട്ടി ചക്കപ്പുഴക്കാണ്. അത് നാട്ടിലുണ്ടാക്കുമ്പോൾ അത്ര ആർഭാരമായിട്ടുള്ളതോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കുഴപ്പമില്ല. അത്രയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ അരപ്പാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചക്ക ഡീപ് ഫ്രോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചക്ക അരി വെച്ചതൊക്കെയാണ്. അത് ഡീപ് ഫ്രോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്നൊരു ആവി കയറ്റിട്ട് നമുക്ക് ആക്കിയെടുക്കാം. അപ്പം കണ്ടില്ല, ഞാൻ ആ മുളക് അതൊന്ന് തിരുമ്മി ഒരു കൂട്ട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവി കയറ്റാം. അപ്പോൾ നമ്മുടെ ചക്ക കറക്റ്റായിട്ട് ഡീപ് ഫ്രോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പും ചെറുതായിട്ടൊരു വെള്ളം ചേർത്ത് നമുക്കൊന്ന് ആവി കയറ്റി ആക്കിയെടുക്കാം. ഒരു ഹാഫ് വേവ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടുവെള്ളമൊക്കെ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ആവി കയറുമ്പോൾ വേണം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാൻ. ഈ പാത്രം റോങ് ആകുന്നു എന്ന സംസ്ഥാനത്തിൽ കഴിഞ്ഞു പിടിക്കാൻ ചക്കയ്ക്കൊന്നൊരു ദോശയിലാട്ടോ. നല്ല കറക്റ്റ് അവിടെ വെന്ത് വരാനുണ്ട്. വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുളക് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കൊടുക്കാം. നാട്ടിലെ പുഴുങ്ങുന്ന രീതിയിലൊന്നും അല്ല ഞാൻ പുഴുങ്ങുന്നത്. കാരണം നമുക്ക് അതിനെക്കുറിച്ച് അതിനുള്ള പാത്രവും കാര്യങ്ങളൊക്കെ വേണം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അപ്പച്ചക്കരല്ലേ പുഴുങ്ങാറ്, ആവി കയറ്റിയൊക്കെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ആവി കയറ്റുന്ന പാത്രം ഉണ്ട് കാര്യം പറഞ്ഞു. പക്ഷെ അതെനിക്ക് പാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എല്ലാം ഒന്ന് കഴുകി പറക്കി എടുത്ത് കൊണ്ടാകാൻ വേണ്ടി എടുത്ത് വെച്ചേക്കും. അപ്പം ഇനി അത് കുറച്ച് കാണിക്കണ്ടല്ലോ നോക്കി ഞാൻ. ഹാഫ് വേവ് ആയി കഴിയുമ്പോൾ നമുക്ക് വരച്ചിട്ട് കൊടുക്കാം.
ആയി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുളകും നമ്മുടെ കൂട്ടിട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ കൂട്ടും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ച് നമുക്ക് ആ അരപ്പൊക്കെ ഒന്ന് ആവി പിടിച്ച് വരാൻ പാകത്തിന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിടാം, കരിഞ്ഞു പിടിക്കാത്ത രീതിയിൽ കൊടുക്കാം. അതിൻ്റെ ഇത് തുറക്കാത്ത രീതിയിൽ കുറച്ച് നേരം വെച്ച് നോക്കാം. അതിൻ്റെ മുളകൊന്ന് പിടിച്ച് ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് കാര്യങ്ങൾ ചെയ്യാം. ഇതിന് മുന്നേ ദിവസം ഞാൻ ചക്കപ്പഴമൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നത്. അതിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ചാളക്കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പൊളി 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 പൊളി. ടേസ്റ്റ് കൂടെ ചെയ്ത് നോക്കട്ടെ. വെള്ളത്തിലോടൊന്ന് ചാറ് കഴിച്ചിട്ട് ഇച്ചിരി ഉപ്പ് കുറവുള്ള പോലെ തോന്നും. കുറേ ഉപ്പിട്ട് പക്ഷെ എന്താണെന്ന് പിടിക്കാത്തത് ഒന്ന് സെറ്റപ്പ് ആയി വരാം. ഇച്ചിരി കുറവ് ഇച്ചിരി വെച്ചു. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് ആവി കയറിക്കൊണ്ടിരിക്കും കേട്ടോ. ആവി കയറി നന്നായിട്ടൊന്ന് വന്നു കഴിയുമ്പോൾ നമുക്കൊന്നായിട്ട് ഇളക്കി നമ്മുടെ നാട്ടിൽ ചക്കപ്പുഴുക്ക് പോലെ ഇളക്കി പിടിപ്പിക്കണം. അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണ്. കുറച്ചൊന്ന് ചൂടായി നമ്മളിട്ട ആ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് ആവി കയറി വരണം. നാട്ടിലുള്ള സമയത്ത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഡെയിലി പ്രോസസ് എന്ന് പറയാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദ സൺഡേസിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കോഴിക്ക് വേണ്ടി ദിവസം നമുക്ക് ഉണ്ടാക്കി എടുക്കാറുണ്ട്. വീട്ടിൽ ഇഷ്ടം പോലെ പ്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ചക്കയും കാര്യങ്ങളൊക്കെ കിട്ടും. ചക്ക എപ്പോഴും നമുക്ക് കേരളക്കാർക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ചക്ക അവിയലായിട്ട് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ചക്ക ഞങ്ങളുടെ അങ്ങോട്ട് ചക്ക അവിയലുണ്ടാകും. ഞങ്ങൾ ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അതാണ് മോശക്കാരൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചക്കപ്പുഴുക്കും ചക്കപ്പുഴുക്കറിയും ആകാക്കറിയും ഇങ്ങനെയുള്ള അപ്പോൾ ചക്കയും ചാളയും ഒരു കോമ്പിനേഷൻ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണോ എന്ന് പറയാം. മോസ്റ്റ്ലി ചക്ക ഇറച്ചി കോഴിയിറച്ചിക്കാണ് കുറച്ചും കൂടെ നല്ല ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. പക്ഷേ അതിന് ബീഫ് ഇട്ട് കുറേ ചിക്കനൊക്കെ എന്തും കൂട്ടുന്നവിടെ എന്തും തന്നെ ചിക്കൻ കൂട്ടുന്നതാണ് വലിയൊരു കാര്യമല്ല. പക്ഷേ മീൻ കറി വല്ലപ്പോഴാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സ്മെല്ലിൻ്റെ കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളോ അത് നോക്കണം. അപ്പോൾ ചക്കപ്പുഴുക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് ഇളക്കിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചക്കപ്പുഴുക്ക് മാറി നിൽക്കുന്ന രീതിയിലൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. എനിക്ക് വയ്യപ്പ. അപ്പോൾ നല്ല അടിപൊളി ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പും മുളകൊന്നും നോക്കിയില്ല, നോക്കണം. പക്ഷേ നല്ലതായിട്ട് കുഴഞ്ഞ് വെന്ത് നമ്മുടെ നാട്ടിൽ അതേ രീതിയിൽ വന്നിട്ടുണ്ട്. സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ നാടൻ അടിപൊളിയായിട്ട് ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ അതേ കൺസിസ്റ്റൻസി തന്നെ. രുചിക്കൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും. I know for sure actually. So definitely the taste would be a little different actually the way my family cooks actually the chakapuruk. But it's completely tasty. I already tasted, so I know the taste actually. So really nice chakapuruk. So exactly the same way my family cooks the chakapuruk. So I'm really happy. It turned out actually really well. So with the chala curry, so I'm really looking forward to tasting that. Hope you enjoyed my small video. Kind of, it's a kind of a very traditional looking. So always
cherish and always like overwhelmed to look like dishes like this. And I'm really looking forward to upload the video. Please do watch. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ ഇച്ചിരി എടുത്തിട്ട് കുറച്ച് ചാളക്കറി എടുത്തുകൊണ്ട് വരാം. ചാളക്കറി ഞാൻ അങ്ങനെ സെപ്പറേറ്റ് എടുത്തില്ല, പാത്രത്തിൽ അവിടെ പോയിട്ട് എടുത്തിട്ട് വരാം. ഇങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോൾ പറയാം. ഞാൻ കറി എടുത്തിട്ട് തട്ടെ. കറി എടുക്കുന്നുണ്ട്, ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഫുള്ളി ഓവർവെൽംഡ് ആണ്.